നമസ്കാരം. വിദേശ സഹായത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറവ് വന്നതോടെ കഴിഞ്ഞ 18 മാസത്തിനിടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷത്തിലേറെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അത്യാവശ്യമായ മാനുഷിക പിന്തുണയും സഹായങ്ങളും നഷ്ടമായതായി ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലിംഗസമത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന UN വിമൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ 2025 ജനുവരിക്ക് ശേഷം തങ്ങളുടെ സേവനങ്ങൾ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി 84% സംഘടനകളും വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേൽക്കുകയും വിദേശ സഹായങ്ങളിൽ വൻ വെട്ടിച്ചുരുക്കൽ വരുത്തുകയും ചെയ്തതോടെയാണ് സാഹചര്യം അതീവ ഗുരുതരമായത്. നിലവിലുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് സർവേയിൽ പങ്കെടുത്ത 10-ൽ 9 സംഘടനകളും അറിയിച്ചു. സർവേയിൽ പങ്കെടുത്ത 5-ൽ 2 സംഘടനകൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രവർത്തനം ഭാഗികമായോ പൂർണ്ണമായോ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ഭീതിയിലാണ്. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധികളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന 52 രാജ്യങ്ങളിലെ 855 വനിതാ നേതൃത്വ സംഘടനകളിൽ നിന്നും വനിതാ അവകാശ സംഘടനകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവർത്തനം നിർത്തേണ്ട അവസ്ഥയിലുള്ള ഈ വനിതാ സംഘടനകൾ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് UN വിമനിലെ ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻ മേധാവി സോഫിയ കാൾടോർപ്പ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഹെയ്തി തുടങ്ങിയ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് എത്താൻ സാധിക്കാത്ത ഇടങ്ങളിൽ പോലും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വനിതാ സംഘടനകൾക്ക് നൽകുന്ന സഹായത്തിൽ വരുത്തുന്ന ഓരോ കുറ്റവും സംഘർഷ മേഖലകളിലെ ലൈംഗിക അതിക്രമങ്ങളെ അതിജീവിച്ചവർക്കും ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ട അമ്മമാർക്കും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പെൺകുട്ടികൾക്കും ലഭിക്കേണ്ട പ്രാഥമിക സഹായങ്ങളാണ് ഇല്ലാതാക്കുന്നതെന്ന് UN ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളും വിദേശ സഹായം വെട്ടിക്കുറച്ചതോടെ അന്താരാഷ്ട്ര ഏജൻസികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കണക്കുകൾ പ്രകാരം 2024-നും 2025-നും ഇടയിൽ വിദേശ സഹായത്തിൽ ചരിത്രപരമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ ഇടിവിന്റെ 3/4 പങ്കും US-ന്റെ തീരുമാനങ്ങൾ മൂലമാണ് സംഭവിച്ചത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് ഭരണകൂടം US എയ്ഡ് ഘടന തന്നെ പൊളിച്ചെഴുതുകയും വിദേശ സഹായ തുകയിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്തു. നിലവിൽ UN മാനുഷിക പദ്ധതികൾക്കായി US നൽകുന്ന തുക മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ തുച്ഛമാണെന്ന് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യം ഇപ്പോഴും അമേരിക്ക തന്നെയാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവിന്റെ വാദം. അമേരിക്കൻ നികുതിദായകരുടെ പണം കൂടുതൽ ഉത്തരവാദിത്തോടെയും കാര്യക്ഷമതയോടും കൂടെ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ലോകത്തെ മുഴുവൻ ആളുകളുടെയും സംരക്ഷണം അമേരിക്കയുടെ മാത്രം ബാധ്യതയല്ലെന്നും ട്രംപ് ഭരണകൂട വക്താക്കൾ ന്യായീകരിക്കുന്നു. ധനസഹായം നിലച്ചതോടെ പകുതിയോളം വനിതാ സംഘടനകളും സഹായം തേടിയെത്തുന്ന സ്ത്രീകളെ തിരിച്ചയക്കുകയോ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുകയാണ്. പെൺകുട്ടികളുടെ പഠനം മുടങ്ങുന്നതും ദാരിദ്ര്യവും വർദ്ധിച്ച സാഹചര്യത്തിൽ ലോകസമാധാനത്തിനും പുനരധിവാസത്തിനും നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾക്ക് തടസ്സമില്ലാതെ ധനസഹായം ഉറപ്പാക്കണമെന്ന് UN വിമൻ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു.